يثبت الله الذين آمنوا بالقول الثابت في الحياة الدنيا وفي الآخرة. ദുനിയാവിൽ വെച്ച് അല്ലാഹുവിനെ വഴിപ്പെട്ട് ജീവിച്ചവന് ദുനിയാവിലും ആഖിറത്തിലും ആ വാക്കുകൾ വചനങ്ങൾ അല്ലാഹു അവന് ഉറപ്പിച്ചു കൊടുത്തു എന്ന് പറഞ്ഞാൽ ദുനിയ എന്ന് പറയാൻ അർത്ഥം ഖബറിനകത്തും അവന് പറയാനുള്ള ശക്തി അല്ലാഹു കൊടുക്കുന്നതാണ് അതിന്റെ അർത്ഥം. ഖബറിനകത്തും പറയാനുള്ള ശക്തി അല്ലാഹു കൊടുത്തു. അപ്പൊ ഉടനെ അല്ലാഹു വിളിച്ചു പറയും وافرشوا له فراشا إلى الجنة وافتحوا له بابا إلى الجنة. ദുനിയാവിൽ തോന്നിയവാസം നടത്തിയിട്ട് തമാടിത്തരത്തിന് കൂട്ടി നിന്നിട്ട് നിങ്ങൾ മരിച്ച് കബറിലേക്ക് പോയിട്ട് അല്ലാഹുവേ അവന് നീ സ്വർഗത്തിന്റെ വാതിൽ കൊടുക്കണേ, അവന് നീ സ്വർഗത്തിന്റെ വിരിപ്പ് വിരിച്ചു കൊടുക്കണേ, അവന് സ്വർഗത്തിന്റെ പട്ടയാളുകളിട്ട് അവനെ ആനന്ദിപ്പിക്കണേ എന്ന് പറഞ്ഞതുകൊണ്ട് സാധ്യമല്ല. അത് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് തീരുമാനിച്ചാൽ അവന് നൽകുന്ന ഔദാര്യമാ. അതല്ലാതെ ദുനിയാവിൽ വെച്ച് നമുക്ക് അല്ലാഹുവിനെ വഴിപ്പെട്ട് ജീവിച്ച് മരിച്ചു പോയാൽ നമുക്ക് സന്തോഷിക്കാം, നമുക്ക് ആനന്ദിക്കാം. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് തന്റെ മലക്കുകളെ കൊണ്ട് നമ്മെ വിളിച്ചിരുത്തിയിട്ട് ചോദ്യം ചെയ്യുമ്പോ ആ ചോദ്യത്തിന്റെ മുന്നിൽ നമ്മൾ മറുപടി പറയാൻ തയ്യാറായാൽ ഉടനെ റബ്ബ് വിളിച്ചു പറയുകയാണ്, അവന്റെ എല്ലാ അനുഗ്രഹങ്ങളും സ്വർഗത്തിൽ നിന്ന് ആ ഖബറിലേക്ക് എത്തിച്ചു കൊടുക്കണേ. ഖബറിലേക്ക് എത്തിച്ചു കൊടുത്തോ. ഇവിടെ വേറൊരു കാര്യം മനസ്സിലാക്കണം. ഒരാൾ മരിച്ചു പോകുന്നതിന് മുമ്പ് ഇവൻ സ്വർഗവാസിയാണോ നരകവാസിയാണോ എന്ന് ആ കിടക്കയിൽ കിടന്ന് കാണും. അതാണ് ചില ആളുകളൊക്കെ ഇങ്ങനെ ചിരിച്ചു മരിക്കുന്നതൊക്കെ പറയുന്നത്. ചിരിച്ചൊക്കെ ഇങ്ങനെ മരിക്കുന്നതാണ്. ഈ ചിരിച്ചു മരിച്ച സ്വർഗത്തിൽ പോകുന്നത് അങ്ങനെ ഒരു ധാരണയൊന്നും വേണ്ട. അങ്ങനെയാണെങ്കിൽ ഭാര്യമാർക്ക് പറഞ്ഞിരിക്കും, ഞാനാണ് ആദ്യം പോകുന്നെങ്കിൽ എന്നെ ഒന്ന് നിക്കിളിയാക്കാം. എന്താ അറിയാം, ഞാൻ മരിക്കാറായി കിടക്കുന്നുണ്ട്, എന്നെ നിക്കിളിയാക്കണം, അവന് ചിരിക്കാൻ പറ്റില്ല. നീയാ മരിക്കാൻ പോകുന്നെങ്കിൽ ഞാൻ വന്നിട്ട് നിന്നെ നിക്കിളിയാക്കാം, ഞാൻ ചിരിച്ചു മരിച്ചോ. അങ്ങനെ അല്ല എന്റെ അർത്ഥം. അതൊക്കെ സ്വർഗത്തിന്റെ അവസ്ഥയൊക്കെ ഒന്ന് കാണുമ്പോ നമുക്ക് റാഹത്തായിട്ട് മരിക്കാനുള്ള അവസരം ഇല്ലുണ്ടാവും, കണ്ടെന്ന് സന്തോഷിക്കുമ്പോ. അപ്പൊ അതിനെല്ലാം അല്ലാഹു റബ്ബ് നമ്മുടെ മുന്നിൽ കൊണ്ടുവന്ന് ഇങ്ങനെ കാണിക്കും. ഇന്നല്ലദീന ഖാലൂ റബ്ബുനല്ലാഹ് ثم استقاموا تتنزل عليهم الملائكة ألا تخافوا ولا تحزنوا وأبشروا بالجنة التي كنتم توعدون. സാലിഹായ മനുഷ്യനാണ് മരിക്കാൻ പോകുന്നെങ്കിൽ ലോകത്ത് നിന്ന് മലക്കൾ ഇറങ്ങി വന്നിട്ട് നമുക്ക് നൽകുന്ന സന്തോഷ വാർത്തയാണ്. നെറ്റിത്തടം വിയർക്കുന്നതേറ്റം മെച്ചമാ, കണ്ണിന്റെ വെള്ളമൊലിക്കലും ഖൈറുള്ളതാ, മൂക്കിന്റെ ദ്വാരം വീർത്തു കണ്ടാലും അത് ശുഭലക്ഷണത്തിൽ തന്നെയാണെന്നുള്ളത്. സ്വർഗത്തിന്റെ രൂപങ്ങൾ കൊണ്ട് കാണിക്കുമ്പോ നബിയുനാ റസൂലുള്ളാഹി തങ്ങൾ പറയുകയാണ്, ലൻ യഖ്റുജ അഹദുകും മിനദ്ദുനിയാ ഹത്താ യഅലമ ഐന മസീറുഹു وحتى يرى عين مقعده من الجنة والنار كما قال رسول الله. ഒരാൾ മരിക്കുന്നതിന് മുമ്പ് അവൻ സ്വർഗത്തിലാണോ നരകത്തിലാണോ എന്ന് തീരുമാനിപ്പിച്ച് ഉറപ്പിച്ചതിന് ശേഷമല്ലാതെ ഒരാളും ഈ ദുനിയാവിൽ നിന്ന് മരണപ്പെടുകയില്ല എന്ന് നബിയുനാ റസൂലുള്ളാഹി. മരിക്കാറായി കിടക്കുന്ന മനുഷ്യന്മാർക്കൊക്കെ ഇതിനെക്കുറിച്ച് വല്ല ചിന്തയുണ്ടോ? ദുനിയാവ് തൊണ്ടക്കുഴിയിലേക്ക് റൂഹിനെ പിടിക്കാൻ വരുമ്പോഴായിരിക്കും അവൻ നല്ല വിളിക്കുന്നത്. ആ സമയത്താണ് അവൻ ഓ അല്ലാഹ് ഇങ്ങനെയൊക്കെ ഉണ്ടോ. ഹത്താ ഇദാ ജാ
അറദ്തു. പരിശുദ്ധ ഖുർആൻ പറയുകയാണ്, ഒരാൾ മരണപ്പെടാൻ സമയമെത്തുമ്പോ അവന്റെ ആത്മാവിനെ പിടിക്കാൻ മാലാഖമാർ അവന്റെ അരികിലേക്ക് കടന്നു വരുമ്പോ അവൻ പറയുകയാണ്, എന്നെ റൂഹെന്ന് പിന്തിക്കേണമേ, എനിക്ക് അല്പസമയം കൂടെ നൽകണമേ, എന്നെ ഒന്ന് മടക്കണമേ, ഞാൻ പശ്ചാത്തപിച്ചു കൊള്ളാം. വല്ലാത്ത ഒരു സന്ദർഭമായിരിക്കും. നബിയുനാ റസൂലുള്ളാഹി തങ്ങൾ പറയുകയാണ്, ഇദാ മാതൽ ഇൻസാൻ ഇദാ ഹളറത്തിൽ വഫാതു അൽ ഇൻസാന, മനുഷ്യന് വഫാത്തിന്റെ സമയമെത്തിയാൽ യുജ്മഉ ലഹു കുല്ലു ഷൈഇൻ യംനഉഹു അനിൽ ഹഖി ബൈന ഐനൈഹി ഫയഹൂലു ബൈന ഐനൈഹി. അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, ഒരാൾ ദുനിയാവിൽ വെച്ച് മരിക്കാൻ തയ്യാറെടുത്ത് കിടക്കുമ്പോ നമസ്കാരമില്ലാത്തവനായിരുന്നു, പലിശ വാങ്ങിയവനാണ്, നാട്ടിൽ ഫിത്നയും ഫസാദും പറഞ്ഞു നടന്നവനാണ്, മദ്യപിച്ചവനാണ്, വ്യഭിചരിച്ചവനാണ്, ഹറാമിന്റെ കൂട്ടുകെട്ടുകൾക്ക് മുഴുവനും സാക്ഷ്യം വഹിച്ചവനാണ്. പള്ളിയുടെ മിനാരത്തിൽ നിന്ന് ബാങ്ക് കേട്ടാലും പള്ളിയുടെ തൊട്ടയൽപക്കത്ത് കിടന്നാലും പള്ളിയിലേക്ക് വന്ന് നമസ്കരിക്കാൻ തങ്ങൂറ്റം കാണിക്കാത്തവരാണ് മരിച്ചു പോകാൻ കിടക്കുന്നതെങ്കിൽ സത്യത്തിൽ നിന്ന് അവനെ തടുത്തു നിർത്ത സകലമായ വിഷയങ്ങളും അവന്റെ മുന്നിൽ അല്ലാഹു കൊണ്ട് നിർത്തിക്കൊടുക്കുമത്രേ. ഒരാൾ മരിക്കാൻ കിടക്കുന്ന സമയം, സാലിഹായ ഒരു മനുഷ്യൻ മരിക്കാൻ കിടക്കുമ്പോ നിസ്കാരമില്ല, ഇബാദത്തില്ല, ഒന്നും ചെയ്തില്ല, അങ്ങനെയുള്ളവനാണ് മരിക്കാൻ കിടക്കുന്നെങ്കിൽ അവന്റെ മുന്നിൽ മരിക്കുന്ന സമയമാകുമ്പോ നമസ്കാരം, നോമ്പ്, സക്കാത്ത്, ഹജ്ജ് എല്ലാം കൊണ്ടുവയ്ക്കും. ഈ സമയമാകുമ്പോ ഇവരിങ്ങനെ ദുനിയാവ് 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 ഇതിങ്ങനെ ഇങ്ങനെ നടന്ന് കാണണം. കമ്പ്യൂട്ടർ ഓഫാക്കി വെക്കുമ്പോ ഇങ്ങനെ നടന്ന് കറങ്ങൂലേ, ഇതുപോലെ ഇങ്ങനെ കിടന്ന് കറങ്ങിക്കൊണ്ടേ ഇരിക്കുന്നതിന്റെ മുന്നിൽ. അപ്പോൾ ഇവൻ പറയും, കല്ലാ ഇന്നഹാ കലിമത്തുൻ ഹുവ ഖായിലുഹാ. ഒരു ദയം കാണിക്കേണ്ടതില്ല, നല്ല അവസ്ഥയിലല്ലാതെ റൂഹിനെ പിടിക്കുക. അറുത്തെടുത്ത ഒട്ടകം പോലെയാ വിളിക്കുന്നതും, കവിൾവായിൽ നിന്ന് പതയിറങ്ങി വരുന്നതും, വർണ്ണം ചുവന്ന ശരീരമായി കാണുന്നതും, ദുർലക്ഷണം എന്ന ഹദീസിൽ വന്നതും. ഒട്ടകത്തെ അടപ്പിടുമ്പോൾ വല്ലാത്ത നിലവിളിയാണ്, അതുപോലെ ആയിരിക്കും റൂഹിനെ പിടിക്കാൻ. അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ, അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ, നമ്മുടെ ആഖിബത്ത് നന്നാക്കി തരട്ടെ. അതുകൊണ്ട് ദുനിയാ കേ മുസാഫിർ മൻസിൽ തെരി ഖബർ ഹൈ, റസ്താ ജോ ചൽ രഹാ ഹൈ ദോ ദിൻ കാ യേ സഫർ ഹൈ. രണ്ട് ദിവസത്തെ യാത്രയ്ക്ക് വേണ്ടി ഓട്ടോ, എങ്ങോട്ടേക്ക് പോവാ? നിന്റെ വീട് എവിടെ? ഖബർ ഹൈ, മൻസിൽ തെരി ഖബർ ഹൈ, महमल पर सोने वाले मिट्टी पे सो रहा है. ഇന്ന് അമ്പരച്ചുംബികളായ ശീതീകരിച്ച വീട്ടിന്റെ സമുച്ചയത്തിൽ കിടന്ന് ഉറങ്ങുന്ന മനുഷ്യ, നിന്റെ ആത്മാവിനെ അല്ലാഹു പിടിക്കപ്പെട്ട് അല്ലാഹു പിടിച്ചു കഴിഞ്ഞാൽ, നിന്റെ ആത്മാവിനെ പിടിക്കപ്പെട്ട് കഴിഞ്ഞാൽ നീ കബറിനകത്താണ്, മണ്ണിലാണ് നീ വന്ന് കിടക്കേണ്ടതെന്ന കാര്യം നീ മറന്നു പോകരുത്. ആ കബറ് ഒന്നുകിൽ ക്ഷോഭിക്കുമത്രേ, അല്ലെങ്കിൽ ആ കബറ് നിന്നെ സ്നേഹത്തോടെ സ്വീകരിക്കുമത്രേ. അല്ലാഹുവിന്റെ റസൂൽ പറയുകയാ, ഇന്നൽ ഖബറിൽ വമ്മാ, തീർച്ചയായിട്ടും കബറിന് ഒരു ഞെരുക്കമുണ്ട്, ഞെരുക്കമുണ്ട്. ഹബീബുനാ റസൂലുള്ളാഹി തങ്ങൾ പറയുകയാ, ഇന്ന് നമ്മളെ കബറ് കാണുമ്പോ അതിൽ ഞെരുക്കുന്നത് കാണുന്നില്ല, കബറ് ഇറക്കുന്നത് കാണുന്നില്ല, കബറ് വേദനിപ്പിക്കുന്നത് നാം കാണുന്നില്ല എങ്കിൽ ലോകത്തിന്റെ നായകത്വം വഹിക്കുന്ന പ്രവാചക പ്രഭു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ മുന്നിൽ വെച്ച് പറയുകയാണ്, ഏ സ്വഹാബത്തേ, إنكم تفتنون في القبور كفتنة الدجال. ഖബറുകളിൽ നിങ്ങൾ ശിക്ഷിക്കപ്പെടുന്നത് ഞാൻ കാണുന്നു സഹോദരാ, ഖബറുകളിൽ നിങ്ങൾ ശിക്ഷിക്കപ്പെടുന്നത് ഞാൻ കാണുന്നു. ഫിത്ന ഫസാദുകൾ, ദജ്ജാലിന്റെ പുറപ്പാടോടുകൂടി നാട്ടിൽ നടക്കുന്ന ഫിത്നകളെക്കാൾ അതിക്രൂരമായ നിലയിൽ നിങ്ങൾ ശിക്ഷിക്കപ്പെടുന്നത് ഞാൻ കാണുന്നു എന്ന് നബിയുനാ റസൂലുള്ളാഹി തആല പറയുന്നുവെങ്കിൽ സഹോദരങ്ങളെ,
അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ് ലൗലാ അല്ലാ തുദാഫിനൂ ലദഅഉതുല്ലാഹ അയ്യുസ്മിഅകും മിൻ അദാബിൽ ഖബർ. നിങ്ങളുടെ സഹോദരങ്ങൾ മരണപ്പെടുമ്പോ അവരുടെ മയ്യത്ത് നിങ്ങൾ ഖബറിടത്തിലേക്ക് കൊണ്ട് അടക്കം ചെയ്യപ്പെടുമായിരുന്നില്ലെങ്കിൽ സ്വഹാബത്തെ ഞാൻ അല്ലാഹുവിനോട് ദുആ ചെയ്യുമായിരുന്നു, പടച്ചവനെ ഇവർക്ക് ഖബറിന്റെ ശിക്ഷയൊന്ന് കാട്ടിക്കൊടുക്കണമേ അല്ലാഹ്, ഖബറിന്റെ ശിക്ഷയൊന്ന് കാട്ടിക്കൊടുക്കണമേ അല്ലാഹ് എന്ന് ഞാൻ ദുആ ചെയ്യുമായിരുന്നു. നിങ്ങൾ പറയാം, നിങ്ങളുടെ സഹോദരങ്ങളിൽ ആരെങ്കിലും ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ അവന്റെ മയ്യത്ത് നിങ്ങൾ അടക്കുമായിരുന്നില്ലെങ്കിൽ ആ ഖബറിനകത്ത് നടക്കുന്ന സംഭവങ്ങൾ എന്താണ് എന്നുള്ളത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ ദുആ ചെയ്യുമായിരുന്നു. ഇന്ന് പൂച്ചക്കാട്ടെ പള്ളിയിൽ ഒരാളുടെ മയ്യത്തടക്കാൻ കൊണ്ടുപോകുമ്പോ ഖബറിനകത്തുള്ള 5-6 പാമ്പ് ഇങ്ങനെ ഇറങ്ങി വന്നാൽ ഈ ഖബർ വെട്ടുന്ന ചങ്ങാതിമാര് പിന്നെ ഖബർ വെട്ടാൻ പോകും. അങ്ങനെ അടിച്ചു കൊന്നു കഴിഞ്ഞ് വീണ്ടും ഞാൻ പിന്നെ അടിച്ചു കൊന്നു വീണ്ടും പിന്നെ അടിച്ചു കൊന്നു വീണ്ടും വരും. ചങ്ങാതിമാര് ഓടി ഏതെങ്കിലും ആരെങ്കിലും ഖബർ വെട്ടാൻ നിൽക്കുമോ? ഖബറിനകത്തുള്ള ശിക്ഷ. പാമ്പ് 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 പോകുന്ന സാധനം കേട്ടിട്ടുണ്ട്. പക്ഷെ ഇതുപോലുള്ള പാമ്പിനെ കുറിച്ച് ആരെങ്കിലും കേട്ടിട്ടുണ്ടോ? ഖബറിനകത്ത് വരുന്ന പാമ്പ് എന്താ ഇങ്ങനത്തെ പാമ്പാന്നറിയോ? വമൻ അഅറദ അൻ ദിക്രി വഇന്ന ലഹു മഈശതൻ വൻകാ വനഹ്ശുറുഹു യൗമൽ ഖിയാമത്തി അഅമാ ഖാല റബ്ബി ലിമ ഹശർതനീ أعمى قال رب لم حشرتني أعمى وقد كنت بصيرا قال كذلك أتتك آياتنا فنسيتها وكذلك اليوم تنسى. അല്ലാഹുവിന്റെ റസൂൽ ഖബറിനെ കുറിച്ച് പറയുകയല്ല, നമസ്കാരത്തിന് ശേഷം അല്ലാഹുവിനോട് അഭയം തേടിയത് ഖബറിന്റെ ഭയാനകതകളിൽ നിന്ന് അല്ലാഹുവിന്റെ റസൂൽ നമസ്കാരത്തിന് ശേഷം പടച്ച റബ്ബിനോട് പൊട്ടിക്കരഞ്ഞ് പ്രാർത്ഥിച്ചുവെങ്കിൽ അല്ലാഹുവിന്റെ റസൂലിന് ദീർഘദൃഷ്ടിയോടെ അല്ലാഹുവിന്റെ റസൂൽ ഖബറിനകത്ത് നടക്കുന്ന സംഭവങ്ങളെ കുറിച്ച് കാണാനും കേൾക്കാനും കഴിയുമെങ്കിൽ ഹബീബുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരിക്കൽ സ്വഹാബത്തിനെ കൂട്ടിയിട്ട് ചോദിക്കുകയാ, ഏ സ്വഹാബത്തെ المؤمن في قبره في روضة خضراء. മുഅ്മിനായ സഹോദരനാണ് ഖബറിലേക്ക് കൊണ്ടുവെക്കപ്പെടുന്നതെങ്കിൽ, ആ മുഅ്മിനായ സഹോദരന്റെ മയ്യത്താണ് ഖബറിനകത്തുള്ളതെങ്കിൽ ആ ഖബർ അവന് സ്വർഗ്ഗ പൂങ്കാവനമാക്കി അല്ലാഹു വിശാലപ്പെടുത്തി കൊടുക്കുമത്രേ. ആ ഖബർ സന്തോഷത്തോടെ പ്രകാശമാനമാകും. ഇതേപോലെ ലൈലത്തുൽ ഖമരി ഫീ കൽ ബദരി ലൈലത്തുൽ കൽ ഖമരി ലൈലത്തുൽ ബദർ 14 രാവിലെ ചന്ദ്രൻ പ്രകാശിക്കുന്നത് പോലെ വിശ്വാസികളുടെ ഖബറാണെങ്കിൽ പ്രകാശമാനമാകുമെന്ന് നബിയുനാ റസൂലുള്ളാഹി. ശേഷം അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, വയുവസ്സഉ ലഹു മദ്ബസരിഹി, അവന്റെ കണ്ണെത്താ ദൂരത്തോളം ആ ഖബർ വിശാലമാകും. സഹാബത്തെ അല്ലാഹുവിന്റെ റസൂലിന്റെ സഹാബാക്കൾ സന്തോഷത്തിലായി. അല്ലാഹുവിന്റെ റസൂലിന്റെ സഹാബാക്കൾക്ക് സന്തോഷം അടക്കവയ്യാതായി. കാരണം മുഅ്മിനീങ്ങളുടെ ഖബറാണ്. നമ്മളോടൊപ്പം ജീവിച്ചു മരിച്ച് നമുക്കും ആ ഒരു സൗഭാഗ്യം ലഭിക്കുമല്ലോ എന്നുള്ള സന്തോഷ വാർത്തയാണ് ബഹുമാനപ്പെട്ട സഹാബാക്കൾക്കുണ്ടായിരുന്നത്. അല്ലാഹുവിന്റെ റസൂൽ ആ വിശാലമാകുന്ന ഖബറിനെ കുറിച്ച് പറഞ്ഞതിന് ശേഷം തൊട്ടടുത്തപടിയായി ഈ ആയത്ത് ഓതി കൊടുക്കുകയാ, ومن أعرض عن ذكري فإن له معيشة ضنكا أتدرون ما المعيشة ضنكا. ബഹുമാനപ്പെട്ട നബി തങ്ങളുടെ സ്വഹാബത്തിനോട് ചോദിക്കുകയാണ്, ഏ സ്വഹാബത്തെ, ഞെരുക്കമായ ജീവിതം എന്തെന്ന് പറഞ്ഞാൽ അറിയുമോ? ഞെരുക്കമായ ഇറുക്കമായ ബുദ്ധിമുട്ടുള്ള വീടെന്ന് പറഞ്ഞാൽ അറിയുമോ? ആരോ സ്വഹാബത്ത് പറഞ്ഞു, യാ റസൂലല്ലാഹ്, അറിയില്ല നബിയേ, അറിയില്ല. നബിയുനാ റസൂലുള്ളാഹി തങ്ങൾ ഈ ആയത്ത് ഓതിക്കൊടുത്തിട്ട് പറയുകയാണ്, വഇന്നൽ കാഫിറ ഫീ ഖബരിഹി, തീർച്ചയായും അല്ലാഹുവിനെ വിശ്വസിക്കാത്ത, അല്ലാഹുവിന്റെ വിധിവിലക്കുകളെ മാനിക്കാത്ത, പടച്ചവനെ ധിക്കരിക്കുന്ന, കണ്ണുകളും കാതുകളും ഹറാമുകളിൽ നിന്ന് സൂക്ഷിക്കാത്ത, പള്ളിയുടെ മിനാരത്തിൽ നിന്ന് ഭാഗ്യന്റെ മധുരമായ മൊഴി കേട്ടിട്ട് ഓസലില്ലാതെ കച്ചവടം ചെയ്യുന്നവരെ, ദുനിയാവിന് കുറെ കാശുണ്ടാക്കാൻ സമ്പത്ത് വ്യവസ്ഥയിൽ ഹറാമുകൾ തിരിമറി നടത്തുന്നവരെ, ആരാന്റെ മുതലടി
കുടിക്കുന്നവരെ, വിഭജിക്കുന്നവരെ, ഹറാമിന്റെ വഴികളെ സ്വീകരിക്കുന്നവരെ അവരുടെ മയ്യത്ത് ഖബറിലേക്ക് കൊണ്ടുവെക്കപ്പെട്ടു കഴിഞ്ഞാൽ അവരുടെ ഖബർ അവരെ ഞെരുക്കുക മാത്രമല്ല, 99 പാമ്പുകളെ അല്ലാഹു ആ ഖബറിലേക്ക് വിന്യസിക്കുമത്രേ. വീണ്ടും അല്ലാഹുവിന്റെ റസൂൽ ചോദിക്കുകയാണ്, സ്വഹാബത്തെ അതദറൂന വതിന്നീൻ, എന്താണ് തിന്നീൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയുമോ? ഞങ്ങൾ പറഞ്ഞു, യാ റസൂലല്ലാഹ്, അറിയില്ല നബിയേ, അറിയില്ല നബിയേ. ഉടനെ അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു തരികയാണ്, പാമ്പ് കാണുമ്പോ പേടിക്കുന്ന പെണ്ണേ, ചെറിയൊരു നീർക്കോലി കാണുമ്പോ പേടിക്കുന്ന പെണ്ണേ, ചെറിയ പാമ്പിനെ, വിഷമില്ലാത്ത പാമ്പിനെ കാണുമ്പോ പേടിക്കുന്ന പെണ്ണേ. അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, നിന്റെ മയ്യത്ത് കാട്ടിനകത്ത് ഒറ്റത്തടിയായിട്ട് കിടക്കുമ്പോ നിന്റെ ഭർത്താവില്ല, ഭാര്യയില്ല, ഉമ്മയില്ല, വാപ്പയില്ല, സഹോദരങ്ങൾ ആരും നന്മയില്ല, ഒറ്റപ്പെട്ട തടിയാണ്. ആ ഇരുണ്ട് മൂടപടത്തിനകത്ത് നിന്റെ മയ്യത്ത് കൊണ്ടുവച്ചിട്ട് അവസാനമായ ഒരു സലാം പറഞ്ഞിട്ട് ആ പള്ളിക്കാട്ടിൽ നിന്ന് നീ മടങ്ങുമ്പോ, എന്റെ സുഹൃത്തുക്കൾ മടങ്ങുമ്പോ 99 പാമ്പുകളെ അല്ലാഹു ആ ഖബറിലേക്ക് വിന്യസിക്കുമത്രേ. ഓരോ പാമ്പിനും 9 തലകളാ ഉള്ളത്. മറ്റൊരു റിപ്പോർട്ടിൽ കാണാം, 7 പാമ്പുകളുള്ള തലകളുള്ള പാമ്പുകളാണ് ഖബറിനകത്തേക്ക് നിനക്ക് വേണ്ടി അല്ലാഹു ഒരുക്കി വെച്ചിരിക്കുന്നത്. ആ ഖബർ നിന്റെ അരികിലേക്ക് കടന്നു വരുമത്രേ, ആ പാമ്പ് നിന്റെ അരികിലേക്ക് കടന്നു വരുമത്രേ. അവരെ കൊത്തിക്കൊണ്ടിരിക്കും, അവരെ ചുറ്റിക്കൊണ്ടിരിക്കും, അവന്റെ ശരീരത്തിന്റെ ഓരോ ഭാഗങ്ങളിൽ കുത്തി വേദനിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോ തീർന്നില്ല, തീർന്നില്ല, തീർന്നില്ല. ആ ഖബറിനകത്ത് കിടന്നുകൊണ്ട് അവൻ വിളിച്ചു പറയുകയാ, ഒന്ന് മടക്കണേ, മടക്കണേ എന്ന് വിളിച്ചു പറയുമ്പോ അവനോട് ചോദിക്കപ്പെടുകയാണ്, അത് 90 വയസ്സ് വരെ ജീവിക്കാൻ ദുനിയാവിൽ അവസരം അല്ലാഹു നിനക്ക് നൽകിയില്ലേ? 30 വയസ്സ് വരെ ജീവിക്കാൻ അവസരം നൽകിയില്ലേ? 50 വയസ്സ് വരെ ജീവിക്കാൻ അവസരം നൽകിയില്ലേ? 40 വയസ്സ് വരെ ജീവിക്കാൻ അവസരം നൽകിയില്ലേ? ആ സമയം മുഴുവൻ കളിച്ചു കുടിച്ചു കൂത്താടി നടന്നവനല്ലേ? പള്ളിയുടെ തിരുമുറ്റത്തുകൂടെ കടന്നുപോയാൽ നമസ്കരിക്കാൻ കൂടാത്താക്കണല്ലേ? നമസ്കരിക്കാൻ വരാത്തവനല്ലേ? വ്യഭിചരിക്കുന്നവനല്ലേ? പലിശ വാങ്ങുന്നവനല്ലേ? സിനിമയും സീരിയലും നിന്റെ ഹോബിയാക്കി മാറ്റിയില്ലേ? പശ്ചാത്തല സംസ്കാരങ്ങൾ നിന്റെ ജീവിതത്തിന്റെ ഭാഗമാക്കി മാറ്റിയില്ലേ? അല്ലാഹുവിന്റെ റസൂലിന്റെ വാക്കുകൾ സ്വീകരിക്കാൻ നീ തയ്യാറായോ എന്ന് ആ ഖബറിനകത്ത് വെച്ച് ചോദ്യമുണ്ടാകുമ്പോ ഇവൻ വിളിച്ചു പറയുകയാണ്, റബ്ബനാ غلبت علينا شقوتنا وكنا قوما ضالين. ദുനിയാവിന്റെ ലഹരിയിൽ വീണുപോയി പടച്ചവനെ, ദുനിയാവിന്റെ രസത്തിൽ വീണുപോയി പടച്ചവനെ, ദുനിയാവിന്റെ അനുഭൂതിയിൽ വീണുപോയി അല്ലാഹ്. ഇനി ഞാൻ പശ്ചാത്തപിച്ചുകൊള്ളാം. റബ്ബിർജിഊ, മടക്കണേ മടക്കണേ എന്നൊക്കെ പറഞ്ഞ ഖബറിനകത്ത് കിടന്ന് ആര് കേൾക്കാൻ? അല്ലാഹു റബ്ബുൽ ഇസ്സ നമ്മളെ കാത്തുരക്ഷിക്കട്ടെ, ഖബറിന്റെ അദാബിൽ അല്ലാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. ബഹുമാനമുള്ള സഹോദരങ്ങളെ, ഇപ്പൊ ഖബറിനകത്ത് പല നിലയ്ക്കുള്ള ശിക്ഷകളുണ്ട്. അപ്പൊ ഖബറിൽ ഒരു ഞെരുക്കുണ്ട്. ഇന്നലിൽ ഖബറിൽ ലമ്മ ലൗ കാന അഹദുൻ മിൻഹാ നാജിയാ, ആരെങ്കിലും ആ ഖബറിനകത്ത് നിന്ന് രക്ഷപ്പെടുമായിരുന്നെങ്കിൽ ലകാന സഅദ് ഇബ്നു മുആദ്